Assalamualaikum. Hello everyone. Namaskaram. Welcome to Serve It Like Shani. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി പീസി സ്നാക്ക് ആണ്. ടിഫിൻ ബോക്സിൽ യൂസ് ചെയ്യാൻ പറ്റിയ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക്. ഇത് സ്നാക്ക് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം. UAE-ലൊക്കെ ഇപ്പോൾ സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അമ്മമാർക്ക് എന്നും ടെൻഷനാണ് എന്ന് എന്തുണ്ടാക്കും, എന്ത് പിള്ളേർക്ക് കൊടുത്തു വിടും എന്നുള്ളത്. അതിനുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ് ഇത്. പൊട്ടാറ്റോ ഫ്രഞ്ച് ടോസ്റ്റ്. പൊട്ടാറ്റോ വെച്ചിട്ട് ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. എന്താണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിവിടെ ഒരു 4 സ്ലൈസസ് ഓഫ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഹാഫ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പൊട്ടാറ്റോ ആണ്. അതിങ്ങനെ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീലറിൽ പീൽ ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിന്റെ ഒരു 1/4 ഭാഗം, വളരെ കുറച്ച് മതി, അത് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് അങ്ങനെ പീൽ ചെയ്തെടുത്തത്. പിന്നെ ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ വേപ്പില ചെറുതാക്കി കട്ട് ചെയ്തത്. പിന്നെ വലിയ ഉള്ളി തന്നെയാണ്, വളരെ കുറച്ച് മതി, വളരെ ചെറുതാക്കി കട്ട് ചെയ്തത്. പിന്നെ വേണ്ടത് 2 എഗ്ഗാണ്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക്. പിന്നെ സോൾട്ട്. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു പിഞ്ച്, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത് പിള്ളേർക്ക് കൊടുക്കൊണ്ടാണ് പെപ്പർ പൗഡർ എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് യൂസ് ചെയ്യാൻ പച്ചമുളകാണ് ബെസ്റ്റ്. ഇതിപ്പോ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ എടുത്ത്, വളരെ കുറച്ച്. അപ്പൊ ഇനി നോക്കാം എങ്ങനെയാണ് പ്രിപ്പറേഷൻ. ആദ്യമായിട്ടൊരു ബൗൾ എടുത്ത്, ഒരു മീഡിയം ബൗള്, എന്നിട്ട് അതിലേക്ക് എഗ് ആഡ് ചെയ്യാം. 2 എഗ് ആഡ് ചെയ്യാം. ഇനി ഇത് നമ്മൾക്ക് ആണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എഗ് യോക്ക് റിമൂവ് ചെയ്യാം, എന്നിട്ട് വൈറ്റിൽ തന്നെ ചെയ്യാം നമുക്ക്. പിന്നെ അതിലേക്ക് ആ പൊട്ടാറ്റോ, ഒരു പൊട്ടാറ്റോ ആണത്, ഒരു മീഡിയം പൊട്ടാറ്റോ, കറിവേപ്പില, അതിനുശേഷം ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ സവാള, അതിലേക്ക് ക്യാരറ്റ്, പിന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓഫ് മിൽക്ക്, പിന്നെ അത്യാവശ്യത്തിന് സോൾട്ട്, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എല്ലാതും ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആവണം, എന്നാലേ മിക്സിങ്ങിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രെഡ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഓൺ ചെയ്യാം. ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചാൽ മതി. നന്നായി ഒന്ന് ചൂടായി വരട്ടെ. മിക്സിൽ ഓരോ ബ്രെഡും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോസ് ഒക്കെ നന്നായിട്ട് ഡിപ്പ് ചെയ്ത ശേഷം ചൂടായിട്ടുള്ള ഓയില് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓയിലിന്റെ ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ നമ്മള്. അങ്ങനെ ഓരോ ബ്രെഡും നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ കുട്ടികൾക്കൊക്കെ ഫ്രഞ്ച് ടോസ്റ്റിനെക്കാട്ടിലും ഇങ്ങനെ ഈ പൊട്ടാറ്റോ കൊണ്ടുള്ള ഈ ടോസ്റ്റ് ആണ് ഇഷ്ടം.
ആയി വരുന്നുണ്ട്. ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ ഓംലേറ്റ് ഒക്കെ ഫ്രൈ ചെയ്യുന്നതിന്റെ സ്മെല്ലാണ് വരുന്നത്. ചിക്കൻ ബാച്ചും സെയിം പോലെ തന്നെ നന്നായി ഡിപ്പ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അങ്ങനെ എല്ലാ ബ്രെഡും അതുപോലെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി പീസി ഒരു ടിഫിൻ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ? എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. കാരണം പൊട്ടാറ്റോ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, ക്യാരറ്റും ഇത് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ബ്രെഡ്, എഗ്ഗിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മുതിർന്നവരൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എഗ് യോക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് എഗ് വൈറ്റിൽ തന്നെ ചെയ്യാം. എന്നാലും ഇത് കറക്റ്റ് ടെക്സ്ചർ കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ എഗ് വൈറ്റിൽ ചെയ്യാണ് നല്ലത്. ഇത് കുട്ടികളുടെ കേസ് എടുത്തപ്പോഴാണ് ഞാൻ എഗ് യോക്കും കൂടെ ആഡ് ചെയ്തത്. ഇന്നത്തെ പൊട്ടാറ്റോ ഫ്രഞ്ച് ടോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇത് നമുക്ക് വീറ്റ് ബ്രെഡിലും ചെയ്യാവുന്നതുള്ളൂ. ഒന്നുകൂടെ ഹെൽത്തിയർ ആവും വീറ്റ് ബ്രെഡിൽ ചെയ്യുമ്പോൾ. ടേസ്റ്റ് വൈസ് കുഴപ്പമില്ല, ഓക്കെ തന്നെയാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഇതുപോലെ തന്നെ കിടിലൻ ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.